കുടിവെള്ള പ്രശ്നവും വേനൽ ചൂടും വർദ്ധിച്ച സാഹചര്യത്തിൽ പരിസ്ഥിതിയെ കാര്യമായി പരിഗണിച്ച് കൊച്ചി നഗരസഭ ബജറ്റ് മാതൃക കാട്ടി. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പുതിയ പദ്ധതികൾ കൂടുതൽ ഉൾപ്പെടുത്തി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബജറ്റാണ് ഇത്തവണത്തേത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നഗരത്തിലെ പ്രധാന നിരത്തുകളോട് ചേർന്ന് 1 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുവളർത്തും. ബജറ്റിലെ പുതുമയുള്ള പ്രഖ്യാപനങ്ങളിൽ ഒന്നാണിത്. ഇതിനായി 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകും. മംഗളവനത്തിന്റെ വിസ്തൃതി വ്യാപിപ്പിക്കുക, തേവരയിലെ കണ്ടൽക്കാട് സംരക്ഷണം, സുഭാഷ് പാർക്കിൽ ഔഷധത്തോട്ടം തുടങ്ങി പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത്. ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കും എല്ലാവിധത്തിലുള്ള സാമൂഹ്യ സുരക്ഷയും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ, അധികമായിട്ടുള്ള പെൻഷനുകൾ, വേതനങ്ങൾ, ഇങ്ങനെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നഗരസഭ മുഖം മിനുക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണെങ്കിലും 5 ലക്ഷം കുടുംബങ്ങൾക്ക് ഗൃഹസമൃദ്ധി എന്ന പേരിൽ കൊടുക്കാനുള്ളത്, ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതി, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് നഗരസഭ വഴി ആക്കിയെടുക്കാനുള്ള ഒരു തന്ത്രപരമായ തെരഞ്ഞെടുപ്പ് നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അത്. ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് 204 കോടി രൂപ മുതൽ മുടക്കുള്ള പാഴൂർ ശുദ്ധജല വിതരണ പദ്ധതിയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥാപനങ്ങളിലെല്ലാം സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും. ഇതിനായി 50 ലക്ഷം രൂപ വകയിരുത്തി. ഫൈൻ ആർട്സ് ജംഗ്ഷൻ മുതൽ ഹൈക്കോടതി വരെ സൈലന്റ് സോണായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്.